ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന റിപ്ലൈക്ക് ഗബ്രിയലിന്റെ ധൈര്യവും ബുദ്ധിയുമെല്ലാം വളരെയധികം ഇഷ്ടമാകുന്നു. റഷ്യക്കാരിൽ ഒരാളോട് ധരിച്ചിരിക്കുന്ന കോട്ട് അഴിക്കാൻ ഗബ്രിയേൽ ആവശ്യപ്പെടുന്നു. കോട്ടിൽ നിന്ന് താൻ തേടിക്കൊണ്ടിരുന്ന വിലപിടിപ്പുള്ള വസ്തു ഗബ്രിയേലിന് ലഭിക്കുന്നു. തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ യാത്രക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഗബ്രിയേലിനെ കണ്ട പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നാൽ ഇത് കണ്ടതും ആ പെട്ടിയിലുണ്ടായിരുന്ന പണം വലിച്ചെറിഞ്ഞ് ഗബ്രിയേൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പണം വലിച്ചെറിഞ്ഞതുകൊണ്ട് ട്രെയിനിലെ ആൾക്കാർ ആ പണം എടുക്കാനായി തിരക്ക് കൂട്ടുന്നു. അതിനാൽ തന്നെ ഗബ്രിയേലിനെ പോലീസുകാർക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ട ഗബ്രിയേൽ അടുത്ത കമ്പാർട്ട്മെന്റിൽ ചെന്ന് ട്രെയിനിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നു. ട്രെയിനിന്റെ മുകളിലായതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അയാളെ കീഴ്പ്പെടുത്താനായില്ല. ട്രെയിനിനുള്ളിലെ പോലീസുകാർ കയ്യിലെ വയർലെസ് സെറ്റ് ഉപയോഗിച്ച് അടുത്ത സ്റ്റേഷനിലേക്ക് എത്താൻ പോലീസുകാരോട് ആവശ്യപ്പെടുന്നു. ഒരു ബ്രൗൺ ജാക്കറ്റാണ് കുറ്റവാളി ധരിച്ചിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത് മുമ്പേ മനസ്സിലാക്കി ഗബ്രിയേൽ ആ ബ്രൗൺ ജാക്കറ്റ് അഴിച്ചു മാറ്റുന്നു. ശേഷം തിരിച്ചറിയാതിരിക്കാൻ ഒരു തൊപ്പിയും കൂടെ അയാൾ ധരിക്കുന്നു. ട്രെയിൻ വേഗത കുറച്ച് സ്റ്റേഷനിലേക്ക് കയറുന്ന സമയത്ത് ഗബ്രിയേൽ സ്റ്റേഷനിൽ നിൽക്കുന്ന യാത്രക്കാരുടെ ഇടയിലേക്ക് ചാടുന്നു. അവിടെ ഒരു സാധാരണ യാത്രക്കാരനെ പോലെ പെരുമാറി അയാൾ പോലീസുകാരെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നു. എന്നാൽ ഗബ്രിയേൽ ചെയ്യുന്നതെല്ലാം റിപ്ലൈ വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ ഗബ്രിയേലിനെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവർ സ്റ്റേഷനിലെ CCTV പരിശോധിക്കുന്നു. ഗബ്രിയേൽ ട്രെയിനിൽ നിന്ന് ചാടുന്ന ദൃശ്യം അവർക്ക് ലഭിക്കുന്നു. എന്നാൽ അതിൽ അയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല. അതിനാൽ തന്നെ പോലീസുകാർക്ക് കുറ്റവാളിയെ കണ്ടുപിടിക്കാനായില്ല.